ഹലോ വെൽക്കം ബാക്ക് ടു നേഹാലീന വ്ലോഗ്സ്. എൻ്റെ പേര് സ്നേഹ. ഇന്ന് നമുക്കൊരു സ്ട്രൈറ്റ് പാലോസ പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് പഠിക്കാം. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സ്ട്രൈറ്റ് പാലോസ പാൻറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്ന മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഞാനിവിടെ തുണി 4 ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 മീറ്റർ ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല വിത്തുള്ള തുണി ആയതുകൊണ്ട് 2 മീറ്റർ മതിയാവും. നിങ്ങൾക്ക് വിത്ത് കുറഞ്ഞ തുണിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്ത് വാങ്ങാം. പിന്നെ നമുക്ക് എത്രയാണ് പാൻറ്റിൻ്റെ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ച് വേണം തുണി ഫോൾഡ് ചെയ്തിടാനായിട്ട്. എനിക്കിപ്പോൾ 32 പാൻറ്റിൻ്റെ ലെങ്ത് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ലെങ്ത് കണക്ക് കൂട്ടിയിട്ട് തുണി ഫോൾഡ് ചെയ്തിടാനായിട്ട്. ആദ്യം തന്നെ മുകളിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിടുക. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് വേണം പിന്നെ നമുക്ക് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സീറ്റ് റൗണ്ട് ആണ് മുകളിൽ നിന്ന് മാർക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ സീറ്റ് റൗണ്ട് 44 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെ 4 ഡിവൈഡ് ചെയ്തിട്ട് അതിലൊരു ഭാഗമാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ 11 സീറ്റ് റൗണ്ട് മാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു 2.5 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും ലൂസായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടുന്ന് താഴേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചിടണം. അത് നമുക്ക് ബെൽറ്റിൻ്റെ ഭാഗമാണ്. ഒരു 2 ഇഞ്ച് നമ്മൾ ലെങ്ത് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തല്ലോ, അതിൽ ആ 2 ഇഞ്ച് ഈ ഒരു ബെൽറ്റിന് വരുന്ന ഭാഗമാണ്. ബാക്കി വരുന്ന 2 ഇഞ്ച് ബോട്ടം ഭാഗം മടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ക്രോസ് ലെങ്താണ് മാർക്ക് ചെയ്യേണ്ടത്. ആ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അവിടുന്ന് താഴേക്ക് വേണം ക്രോസ് ലെങ്ത് കൊടുക്കാനായിട്ട്. ആ ഒരു 2 ഇഞ്ച് വിട്ടിട്ട് താഴേക്ക് വേണം ക്രോസ് ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട്. അത് ഞാനിവിടെ 13 കൊടുക്കുന്നത്. ക്രോസ് ലെങ്ത് നിങ്ങൾ ഒന്നെങ്കിൽ ഒരു കസേരയിലോ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് അതൊന്ന് മെഷർമെൻറ്റ് ഇതുപോലെ ഞാൻ കൊടുത്തേക്കുന്ന ആ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ഒന്ന് എടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാൻറ്റ് ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് ലെങ്ത് എടുത്താലും മതി. ക്രോസ് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിടുക. ഇനി ആ ഒരു 2 പോയിൻറ്റ്സ് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കണം. ഇനി ക്രോസിൻ്റെ അവിടെ നിന്ന് ഒരു 2.5-3 ഇഞ്ച് വരെയൊക്കെ ഓരോരുത്തരുടെ വണ്ണം കൂടിയിട്ടുള്ളവർ കുറച്ചൊരു 3 ഇഞ്ച് വരെ കൊടുക്കാം. അല്ലാത്തവർക്ക് 2.5 കൊടുത്താലും മതിയാവും. അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് വേണം ലെങ്ത്ത് കൊടുക്കാനായിട്ട്. എനിക്കിവിടെ 32 വേണ്ടത്. അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂടി ചേർത്തിട്ട് 36 ഞാനിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് തുണി ഫോൾഡ് ചെയ്തിട്ടത്. ഇനി ഞാൻ ഒന്നുകൂടെ മെഷർമെൻറ്റ്സ് പറഞ്ഞുതരാം. ആദ്യം ഞാൻ സീറ്റ് റൗണ്ട് 11 കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു 2.5 ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്തു. 11ഉം 2.5 13.5 മാർക്ക് ചെയ്തത്. പിന്നെ ഇവിടുന്ന് ഈ ഒരു 2 ഇഞ്ച് കഴിഞ്ഞ് അവിടെ നിന്ന് താഴേക്ക് നമ്മൾ ക്രോച്ച് ലെങ്ത് 13 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് ഇവിടുത്തെ സെയിം അളവ് തന്നെ ഇവിടെ താഴെ നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 2.5 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ക്രോച്ചിൻ്റെ അവിടുത്തെ കോർണറിൽ നിന്ന് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. പിന്നെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് താഴേന്ന് നിങ്ങൾക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അത്രയും മാർക്ക് ചെയ്യുക. ഞാനിവിടെ ഒരു 15 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻറ്റിൻ്റെ മാർക്കിങ്സ് ഒക്കെ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിന് പോക്കറ്റ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു തുണി ഇങ്ങനെ 4 ഫോൾഡ് ചെയ്തിട്ടിട്ട് 9 ഇഞ്ച് വിട്ടും 15 ഇഞ്ച് ലെങ്തും കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പോക്കറ്റ് വേണമെങ്കിൽ ഇത് വെച്ചാൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ പോക്കറ്റിന് വേണ്ടിയിട്ട് തുണി ഇങ്ങനെ 4 മടക്കി ഇട്ടേക്കാണ്. എനിക്ക് 2 പോക്കറ്റ് ഞാൻ വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പോക്കറ്റ് മതിയെങ്കിൽ 2 മടക്കിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാൻറ്റിൻ്റെ കട്ടിങ്. ഇനി നമുക്കിതൊരു സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ക്രോച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് 2 പീസ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം ഞാനിവിടെ ക്രോച്ച് ഇവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തിയിടാം. ഇത് പാൻറ്റിൻ്റെ ഫ്രണ്ട് പാർട്ടാണ്, ഇത് പാൻറ്റിൻ്റെ ബാക്ക് പാർട്ടാണ്. ഇത് നമ്മൾ സെയിം അതുപോലെ തന്നെ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് പോക്കറ്റ് വേണ്ടാത്തവർ ഈ 2 പീസും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി പോക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാക്ക് പീസ് എടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ട് പീസ് മാത്രം എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ പോക്കറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ബെൽറ്റിന് മാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കുക. എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് ആ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ വേണം പോക്കറ്റിൻ്റെ പീസ് വയ്ക്കാനായിട്ട്. ഇനി ആ ഒരു പോക്കറ്റിൻ്റെ പീസ് വെച്ച് അതിൻ്റെ ആ ഒരു മുകളിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് താഴേക്ക് ഒരു 6 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ആ ഒരു 2 ഇഞ്ചിൽ നിന്ന് 6 ഇഞ്ചിലേക്ക് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു 2 കട്ട് ഇട്ട് കൊടുക്കണം. ചരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം.
ഇനി നമ്മുടെ പോക്കറ്റിൻ്റെ ആ പീസ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സൈഡിൽ നമ്മുടെ പോക്കറ്റിൻ്റെ ഒരു ഷേപ്പ് കൊടുക്കാനായിട്ട് ഒന്ന് കർവ് ചെയ്ത് വരച്ചിട്ട് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നല്ല വശം ഒന്ന് തിരിച്ചെടുക്കാം. ഇനി ഞാനിതൊന്ന് നീറ്റായിട്ട് തിരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പോക്കറ്റ് ആ ഒരു ഫ്രണ്ട് പീസിൻ്റെ ചീത്ത വശത്തേക്ക് ആക്കി വെക്കണം. പുറകിലോട്ടാണ് പോക്കറ്റ് പോകേണ്ടത്. ഫ്രണ്ട് പീസ് ഇതുപോലെ നല്ല നീറ്റായിട്ട് വരും. നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ ആ പോക്കറ്റായിട്ട് കറക്റ്റായിട്ട് പിടിക്കണം. അവിടെ നിന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് കോട്ടൻ്റെ തുണിയാണെങ്കിൽ ഇത്രയും നീറ്റായിട്ടൊക്കെ കിട്ടത്തുള്ളൂ. നമ്മൾ പാൻറ്റൊക്കെ തയ്ക്കാനായിട്ട് തുണി എടുക്കുമ്പോൾ കോട്ടൺ തന്നെ എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ മെഷീനിൽ തയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു വൃത്തി കിട്ടത്തില്ല. ഇനി ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ആ പോക്കറ്റും ഫ്രണ്ട് പീസുമായിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കണം. ബാക്കിൽ ഈ ഒരു പോക്കറ്റിൻ്റെ ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ടൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തേക്കുക. നമ്മളത് ബെൽറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മടക്കി അടിക്കുമ്പോഴത്തേക്കും അത് അകത്തോട്ട് പോകും. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം ഞാൻ ഫ്രണ്ട് പീസും ആ ഒരു പോക്കറ്റും കൂടിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ബാക്ക് പീസും കൂടിയിട്ട് വെച്ചിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഈ സൈഡിൽ കാണുന്ന പോക്കറ്റിൻ്റെ പുറത്തോട്ട് തയ്ച്ച് വെക്കാതെ നോക്കണം. അതിൻ്റെ ഇപ്പുറത്തേക്ക് വേണം ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ വശം നമുക്ക് മടക്കി അടിക്കാം. നമ്മൾ 2 ഇഞ്ച് താഴെ മടക്കി അടിക്കാൻ കൊടുത്തിരുന്നല്ലോ, അപ്പോൾ 1 ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ മടക്കി അടിച്ചെടുക്കണം. ഇനി നമുക്ക് പാൻറ്റിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു കാലിൻ്റെ അവിടെ നിന്ന് ഇപ്പുറത്തെ കാല് വരെ ഒറ്റ സ്റ്റിച്ച് കൊടുക്കണം. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ബെൽറ്റിൻ്റെ ആ ഭാഗമാണ് മടക്കി അടിക്കേണ്ടത്. ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കുക. എന്നിട്ട് നമുക്കിത് ഫുള്ള് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തിടണം. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. കാരണം നമുക്ക് ഇലാസ്റ്റിക്കാണ് ഇതിൻ്റെ അകത്ത് ഓടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം. എന്നിട്ട് നമുക്ക് റൗണ്ടിൽ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിത് ഇങ്ങനെ ഒന്ന് റൗണ്ടിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഗ്യാപ്പിൽ കൂടിയിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഓടിക്കണം. ഇലാസ്റ്റിക് നിങ്ങളുടെ ഒരു ഹിപ്പ് വിഡ്ത്ത് എത്രയാണെന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് ഒരു 2-3 ഇഞ്ച് കുറച്ചിട്ട് ഇലാസ്റ്റിക് എടുത്താൽ മതി. കാരണം ഇലാസ്റ്റിക് കുറച്ച് ടൈറ്റായിട്ട് നിൽക്കണം. അങ്ങനെ നോക്കിയിട്ട് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്താൽ മതി. ഇലാസ്റ്റിക് ഇങ്ങനെ പിന്ന് വെച്ചിട്ട് വല്ലോ ഇതിനകത്തോട്ട് ഓടിച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ തീരും. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് സ്ട്രെയിറ്റ് പാൻറ്റ് ഇങ്ങനെ അല്ലാതെ വേറൊരു രീതിയും കൂടെ ഉണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ ഒരു പാൻറ്റ് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. 10 മിനിറ്റ് വേണ്ട കുറച്ച് സ്പീഡിലൊക്കെ ചെയ്യുന്നവർക്ക്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കുക. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവം നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ.